വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കിയത്. രാവിലെ 5:15 എണീച്ചിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. തന്നാലെ എണീറ്റ് പോവും, പിന്നെ ഉറക്കം വരില്ല. അങ്ങനെ പിന്നെ ബ്രഷ് ചെയ്യുക, സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉമ്മാരത്ത് വന്നിരിക്കും. എന്നിട്ട് സ്കൈയൊക്കെ നോക്കിയിട്ട് പിന്നെ ഒരു കോഫി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി പാർന്ന് അതിന് ശേഷം പിന്നെ ഉമ്മാരത്ത് വന്നിരുന്നിട്ട് അത് കുടിക്കുകയാണ്. അതിനുശേഷം ഒരു ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ആ കോഫിയും കുടിച്ചിട്ട് ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓഫീസിൽ പോകുന്നത് കാരണം നല്ല തിരക്കായിരിക്കുമല്ലോ, അപ്പം എനിക്ക് ജേർണലിങ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല, കുറേ ആയിട്ട് ചെയ്തിട്ട്. അപ്പം ഒരു ജസ്റ്റ് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ജേർണലിങ് ചെയ്യാറുള്ളത്. അപ്പം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവരൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, അടിപൊളിയാണ്. നമ്മളിപ്പം മുന്നത്തെ കാലത്തുള്ള ആൾക്കാരൊക്കെ ഡയറിയൊക്കെ എഴുതുമായിരുന്നല്ലോ, അതുപോലൊക്കെ തന്നെ നമ്മൾ ആ ഒരു പേജ് ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓഫീസിൽ പറഞ്ഞല്ലോ, ഓഫീസിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെയും ഞാൻ അതൊക്കെ നിർത്തേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇപ്പോൾ പിന്നെയും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലാതെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാണ്ട് വെറുതെ ഇങ്ങനെ ലേസി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ ബിസി ആവുന്നുള്ളൊരിത് എന്നല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറേ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുക, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ജേർണലിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്ന് ബെഡൊക്കെ മേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് വിദ്യത്ത് ഞാനൊരു ലാവൻഡർ ഷെയ്ഡിലുള്ളൊരു ചെറിയ ഫ്ലവർ കാണുന്നത്. പിന്നെ നമുക്കത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. പിന്നെ അതെടുത്ത് പിന്നെ പുറത്ത് നോക്കുമ്പോൾ നല്ല സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാണ്. വെള്ളപ്പവും മീൻകറിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ചേഞ്ച് ആവാൻ നോക്കുകയാണ്. താത്തയും ഹസ്ബൻഡും മോനും വരുന്നുണ്ട്. ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. അങ്ങനെ ഓനെ കിട്ടിയാൽ പിന്നെ എനിക്കിങ്ങനെ ഓനെ വെറുതെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളതുപോലെ കേൾക്കൂ. അങ്ങനെ അടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞാൽ പക്ഷെ ഭയങ്കര കളിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ താത്തയും ഉമ്മയുടെയും ഉമ്മാൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയായിരുന്നു. പിന്നെ ക്യാമറ ഓണാക്കുമ്പോൾ ആളിങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കപ്പോഴും. പിന്നെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ നല്ല മഴയായിരുന്നു. അതൊരു ഏകദേശം ഒരു ചെറിയൊരു വയൽ പ്രദേശമാണ്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു മഴ പെയ്യുമ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വല്യമ്മൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു 1 വീക്ക് എന്തോ പ്രായമുള്ള ഒരു ആടിൻ്റെ കുട്ടിയുണ്ട്. അപ്പം അതുമായിട്ട് ഓന് കളിക്കുകയാണ്. ഫസ്റ്റ് പോയപ്പം ആട്ടിൻ്റെ കുട്ടിക്ക് ഓനെ കണ്ടിട്ടൊരു പേടി. പിന്നെ അവർ തമ്മിൽ നല്ല കമ്പനിയായി. എന്താ വെച്ചാൽ രണ്ടാളും ഏകദേശം ഒരേ പ്രായക്കാരാണല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കുക. നല്ല കളിയായിരുന്നു രണ്ടാളും. അപ്പോൾ അവനെ വിളിച്ചിട്ട് അവൻ നമ്മളെ അടുത്തേക്കൊന്നും വരുന്നേ ഇല്ല. അതുമായിട്ട് നല്ല കളി, അങ്ങോട്ടോടുക, അത് ചാടുമ്പോൾ അതിൻ്റെ കൂടെ ചാടുക, അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് ലേറ്റായി ഉണ്ടായിരുന്നു. അതിന് പിന്നെ ഫുഡ് കഴിച്ച് ഒരു ചായയും അവിടെ കൊണ്ടുവന്ന ചോറും ഉണ്ടായിരുന്നു, അതും കഴിച്ച് കിടന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.